സ്മാർട്ടാകുന്ന ഇന്ത്യൻ നഗരങ്ങൾ. एक की कमाई से कुछ होता नहीं, बहुत तकलीफ है। घर का किराया भी मैं दे नहीं सकती, 3 बच्चे इनको पढ़ा नहीं सकती। RCT बैंक ऑफ बड़ौदा ने कंप्यूटर की तालीम दी थी, उसमें हमको लाइसेंस सब फ्री में, यूनिफॉर्म सब बना के दिया फ्री में। और फिर वो ऑटो चलाना सीख गई। फिर बैंक ऑफ बड़ौदा ने जो प्रधानमंत्री मुद्रा योजना के अंतर्गत मेरे को 1,80,000 की लोन मंजूर की और उससे ऑटो मैंने खरीदी। നിങ്ങൾ പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളിലുള്ള ഓട്ടോറിക്ഷകൾ കണ്ടിരിക്കണം. പക്ഷേ നിങ്ങൾ അപൂർവമായി പിങ്ക് നിറമുള്ള ഓട്ടോകളും കണ്ടിട്ടുണ്ടാകും. ഓട്ടോയുടെ ഈ അതുല്യ നിറം വെറുമൊരു നിറം മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ നിറങ്ങൾ മാറ്റുന്ന ഒന്നുകൂടിയാണ്. ഓട്ടോയുടെ നിറം മാത്രമല്ല പിങ്ക്, ഡ്രൈവറുടെ വസ്ത്രങ്ങളും പിങ്ക് നിറമാണ്. ഗതാഗത സംവിധാനത്തിൻ്റെ മിഴിവ് വർദ്ധിപ്പിക്കുകയും യാത്രക്കാർക്ക് നല്ലൊരു അനുഭവം നൽകുകയും ചെയ്യുന്നു. കയ്യിൽ ഓട്ടോറിക്ഷയുടെ സ്റ്റിയറിംഗ് പിടിച്ച് റോഡിലൂടെ സവാരി നടത്തുന്ന ബബിത രാംപാൽ ഗുപ്ത നഗരവൽക്കരണത്തിലുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പതാക വഹിക്കുന്നു. ബബിത ഉൾപ്പെടെ നിരവധി സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇരുണ്ട ജീവിതത്തിൽ വെളിച്ചം പകർന്നു. 20,000 മുതൽ 25,000 രൂപ വരെ ബബിത സമ്പാദിക്കുന്നുണ്ട് ഇപ്പോൾ. നേരത്തെ ഇത് ഒരു വാടക വീടായിരുന്നു. ഇപ്പോൾ അവൾക്ക് സ്വന്തമായി ഒരു വീടുണ്ട്. കുട്ടികളെ നന്നായി വളർത്തുന്നതിനൊപ്പം അവരെ ഒരു മികച്ച സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അവളുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നു. നഗരവൽക്കരണത്തിൻ്റെ ഈ പ്രക്രിയയിൽ വിജയം കൊയ്ത ബബിതയുടെ കഥ, പങ്കുവഹിച്ച പിങ്ക് ഓട്ടോകളുടെ കഥ. ये रिक्शा हमें केंद्र सरकार, राज्य सरकार द्वारा मिली है। पहले हमारी इनकम कंपनी में जाते थे सर, हम काम करते थे, काम में हमें 10-15 हज़ार पगार मिलती थी, जो 10 तारीख 12 तारीख बार घुमाया करते थे। हमें पगार भी टाइम पे नहीं मिलता और हम बहुत परेशान रहते थे सर। ये रिक्शा हमें चलाते 4 साल 6 महीना हुआ, जिसमें से कि हमने अपना खुद का घर ले लिया है और हमारी डेली की इनकम एक दिन की कम से कम 1,000-1,200 रुपये हम कमा लेते हैं। इससे तो हमारी ज़िंदगी पूरी बदल गई है। जहाँ हम एक भाड़ोत्री थे, आज हम खुद के घर वाले बोल सकते हैं और अपने बच्चों को अच्छे स्कूल में पढ़ा सक रहे हैं। हम जो चाहते हैं वो हम कर सकते हैं। हमें इससे बहुत मदद मिली है। വീടിൻ്റെ ഉമ്മറപ്പടി കടന്നുപോകുന്ന സ്ത്രീകൾക്കുണ്ടായിരുന്ന ഭയഭീതികൾ ഇന്നില്ല. വീട് വിട്ട് ഉപജീവനം തേടാൻ മടിച്ചു നിന്ന സ്ത്രീകളുടെ പഴയ ആശങ്കകൾ ഇന്നില്ല. ഇപ്പോൾ സൂററ്റ് ഉൾപ്പെടെ പല നഗരങ്ങളിലും സ്ത്രീകൾ രാത്രികളിൽ വരെ ഓട്ടോറിക്ഷ ഓടിക്കുകയും നഗരത്തിൻ്റെ പുരോഗതിയുടെ കഥയിൽ അവരുടെ പങ്കും എഴുതി ചേർക്കുന്നു. पिंक ऑटो हमको जो मिली उससे मुझे बहुत ही राहत मिली है। अभी बच्चों को भी मैं बहुत अच्छे से हम पढ़ा सकते हैं, उनको ट्यूशन भी करवा सकते हैं। हम पहले बड़े के घर में रहते थे, अभी अपना खुद का घर भी ले लिया है और हमारी जो आर्थिक परिस्थिति जो है वो पहले से पिंक ऑटो चलाने से पहले से ज़्यादा बेहतर बन गई है, बहुत अच्छी बन गई है। ഈ ഗംഭീര സംരംഭത്തിൽ സദ്ഭരണത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ കാണാം. നഗരത്തിൻ്റെ ക്രമസമാധാനം നല്ലതാകുമ്പോൾ മാത്രമാണ് സദ്ഭരണം നമുക്ക് ചുറ്റും നടപ്പിൽ വരുന്നത്. ഒരു സാധാരണ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ചില സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് പിങ്ക് ഓട്ടോ ഒരു നല്ല ഓപ്ഷനാണ്. मैं कॉलेज जाने के लिए घर से निकलती हूँ तो मुझे अच्छा फील नहीं होता है, रिक्शा पकड़ने में बहुत तकलीफ होती है। फिर बाद में मुझे पिंक ऑटो दिखती है, पिंक ऑटो में बैठना मैं ज़्यादा पसंद करती हूँ क्योंकि वो लेडीज़ की होती है और उसमें सारे गर्ल्स बैठे रहते हैं. റോഡുകളിൽ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. എന്നാൽ സ്ത്രീകൾ സ്വയം ഓടിക്കുന്ന ഓട്ടോറിക്ഷ രാജ്യത്തിന് ഒരു ശുഭസൂചകമായി കണക്കാക്കപ്പെടാവുന്നതാണ്. 20 വർഷത്തെ സേവനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും സുവർണ യാത്രയാണ് ഇത് സാധ്യമാക്കിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെയുള്ള യാത്രയിൽ പ്രധാനമന്ത്രി മോദി വികസനത്തിൻ്റെ ഗാഥകൾ നെയ്തു. ഗുജറാത്തിൻ്റെ വികസന മാതൃകയിലാണ് അതിൻ്റെ മനോഹരമായ കാഴ്ച ആദ്യം കണ്ടത്. ഇപ്പോൾ രാജ്യം മുഴുവൻ ഗുജറാത്തിൻ്റെ വികസന മാതൃക സ്വീകരിച്ച് ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ്. 2014 വൻ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ടവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച പ്രതിബദ്ധതയുടെയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ പോലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉൾച്ചേർന്നതിൻ്റെയും ഫലമാണ് ഇത്. मैं गवर्नमेंट को पूरी तरह से सपोर्ट करती हूँ
मोदी गवर्नमेंट इज़ डूइंग अ ग्रेट जॉब. उन्होंने बहुत कुछ किया है. माय सैल्यूट. ദരിദ്രരും തൊഴിലാളികളും ചോര നീരാക്കിയാണ് നഗരങ്ങൾ പണിതുയർത്തുന്നത്. ഈ തൊഴിലാളികൾക്ക് അവരുടെ സ്വന്തം ലോകം പണിതു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നഗരത്തിൻ്റെ സൃഷ്ടിക്ക് അവരുടെ ജീവിതം മുഴുവൻ ചിലവഴിച്ചു. സ്വപ്നങ്ങളുടെ നഗരങ്ങൾ അങ്ങനെയാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും വിയർപ്പിന് നല്ല പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അവർ നഗരവൽക്കരണത്തിൻ്റെ ഈ യുഗത്തിൽ അതിനൊപ്പം ചേരുന്നു. അവരുടെ സ്വന്തം ലോകവും നന്നാവുന്നു. സാധാരണക്കാരോ ഉന്നതരോ ആകട്ടെ, എല്ലാവരും അവരുടെ സ്വപ്നങ്ങളിലെ വീട് തേടുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യവർഗ കുടുംബങ്ങൾ വർഷങ്ങളോളം സ്വന്തം വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ പരിപാലിക്കുന്നു. ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു, ചില സ്വപ്നങ്ങൾ തകരുന്നു. സമൂഹത്തിൻ്റെ അവസാന തട്ടിലെ ആളുകൾ കാണുന്ന സ്വപ്നങ്ങളിലും ഒരു അടച്ചുറപ്പുള്ള വീടിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടാകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ടവരുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലെത്തി ഉയർന്നു പറക്കുന്നു. രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർക്കുമായി വീടുകൾ നിർമ്മിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് കാരണമാണ് ഇത് സാധ്യമായത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷമായി 2022 ഓരോ വ്യക്തിക്കും അടച്ചുറപ്പുള്ള വീടുകൾ നൽകാനുള്ള സർക്കാർ തീരുമാനം ഇപ്പോൾ ഫലം കാണുന്നു. सरकार 2022 तक हर सिर पर छत देने का प्रयास कर रही है. जब आजादी के 75 साल हो तब हिंदुस्तान में कोई परिवार ऐसा न हो जिसका अपना घर न हो. आज जो मकान बन रहे हैं उनमें शौचालय भी है, सौभाग्य योजना के तहत बिजली भी है, उजाला के तहत एलईडी बल्ब भी लगा है. यानी एक पूरा पैकेज उनको मिल रहा है. इन घरों के लिए सरकार ब्याज में राहत तो दे ही रही है, पहले के मुकाबले अब घरों का एरिया भी बढ़ा दिया गया है. ഉപജീവനം തേടി ഒരു പുതിയ നഗരത്തിൽ ആരുമറിയാതെ ഒരു അതിഥിയെപ്പോലെ കടന്നു വരുന്നവർ ഏറ്റവും ആദ്യം തിരയുന്നത് തലചായ്ക്കാൻ ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടിയാണ്. പിന്നീട് ഒരു തൊഴിലിനായുള്ള അലച്ചിൽ ആരംഭിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചാലും സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പലപ്പോഴും ഒരു സാധാരണക്കാരന് സാധിക്കണമെന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന സാധാരണക്കാരുടെ സ്വപ്നങ്ങളിൽ പ്രതീക്ഷയുടെ കിരണമായി മാറി. നേരത്തെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആനുകൂല്യം ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ നഗരങ്ങളിലും എത്തിയിരിക്കുന്നു. 4-5 महीने के अंदर LIC हाउसिंग से हमारा वो डिसबर्समेंट मिल गया 4 महीने के अंदर. और वो डिसबर्समेंट मिलने का विदिन फरवरी मार्च 2019 तक जो है हमारा सब्सिडीज़ भी क्लियर हो गया. तो ये सब्सिडीज़ जब क्लियर हुआ तो मैं इसका EMI का फ़र्क जो देखा कि अराउंड 4,500 रुपया का करीब हमारा EMI कम हो गया. 4,500 रुपया EMI कम होने की वजह से क्या है कि मेरे एक बेटे और एक बेटी हैं, तो उनका जो स्कूल फीस है वो मैं देख पा रहा हूँ कि वो 4,500 से हमारा स्कूल फीस में एप्लीकेशन हो गया, जिससे मेरा एक अर्निंग का बर्डन फॉर द 20 years 4,500 रुपये से तो एटलीस्ट कम हो गया. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണ്. വാർഷിക വരുമാനം 6 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ളവർ MIG 1 വിഭാഗത്തിൽ വരുന്നു. MIG 2 വിഭാഗത്തിലുള്ളവർക്ക് 12 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരാണ്. കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിൽ ഒരു വീട് പാടില്ല എന്നതാണ് ഇതിനുള്ള യോഗ്യത. പലിശ സബ്സിഡി ബാങ്ക് വഴി ഗുണഭോക്താക്കളുടെ വായ്പാ അക്കൗണ്ടുകളിൽ 2,65,000 രൂപ വരെ നിക്ഷേപിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ ഭവന വായ്പയുടെ പ്രതിമാസ തവണയിൽ വലിയ കുറവ് വരുന്നു. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ നിന്നും സ്കീമിന്റെ സവിശേഷതകളും നേട്ടങ്ങളും നേരിട്ടറിയുക. पिछले 2 साल से हम लोग घर लेने के लिए सोच रहे थे. हालांकि मैं एक न्यूली क्वालिफाइड चार्टर्ड अकाउंटेंट, तो फंड का स्टार्टिंग में थोड़ा सा इशू होता है. फिर जाके मुझे एक गवर्नमेंट ऑफ इंडिया के MIG स्कीम के बारे में पता चला,
जिसके तहत हमें पता चला कि कुछ स्कीम है गवर्नमेंट की तरफ से कि हमारा कुछ इंटरेस्ट अमाउंट वेव ऑफ हो जाएगा। वैसे तो जब हमने अप्लाई किया था तब पता भी नहीं था, तब हमें एज ऑफ स्टार्ट हमें इसके बारे में कुछ नहीं आइडिया था। बट जब हमने लोन एप्लीकेशन डाली तब हमें बैंक की तरफ से ही पता चला, और एक नॉर्मल सा प्रोसेस था, एक नॉर्मल सा फॉर्म हमसे फिल कराया गया। तो उसके बाद हमने ना कभी बैंक गए ना कभी कुछ पता किया, बस ऑटोमेटिकली कुछ महीने बाद हमारे अकाउंट से लोन अमाउंट कम हो गया। तो ऑल ऑफ सडन हमें इतनी खुशी मिली एक नॉर्मल मिडिल क्लास के लिए घर में बैठे हुए। കൊറോണ പകർച്ചവ്യാധിയുടെ ലോക്ക്ഡൌൺ കാരണം തെരുവോരങ്ങളിൽ കടകൾ നടത്തി ജീവിച്ച ആളുകളിലാണ് ഏറ്റവും വലിയ തൊഴിൽ പ്രതിസന്ധി ഉണ്ടായത്. വിശപ്പിന്റെ വെല്ലുവിളി അവരുടെ മുന്നിൽ ഉയർന്നു. തെരുവ് കച്ചവടക്കാരുടെ വേദന മനസ്സിലാക്കി സംവേദനക്ഷമപരമായ തീരുമാനമെടുത്ത ഭാരത സർക്കാർ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ ഫണ്ട് സ്കീം ആരംഭിക്കുകയും സമൂഹത്തിന്റെ ഏറ്റവും കീഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. इस योजना को ऐसे ही इतना सरल बनाया गया है कि सामान्य से सामान्य व्यक्ति भी इससे जुड़ सके. इसमें टेक्नोलॉजी के माध्यम से ऐसी व्यवस्था की गई है कि रेहड़ी ठेले वाले साथियों को कागज जमा कराने के लिए लंबी लाइनें नहीं लगानी होगी. आप कॉमन सर्विस सेंटर में, नगर पालिका कार्यालय में, बैंक की ब्रांच में जाकर अपना आवेदन अपलोड कर सकते हैं. 2020 ജൂണിലാണ് ഭവന നഗരകാര്യ മന്ത്രാലയം PM ആത്മനിർഭർ സ്വനിധി യോജന ആരംഭിച്ചത്. പദ്ധതി പ്രകാരം ലോക്ക്ഡൌൺ കാരണം കഷ്ടപ്പെട്ടിരുന്ന വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ഉപജീവനമാർഗം പുനരാരംഭിക്കുന്നതിന് താങ്ങാവുന്ന നിരക്കിൽ മൂലധന വായ്പ നൽകി. 10,000 രൂപ വരെയുള്ള വായ്പയ്ക്ക് പലിശ ഇളവ് കിട്ടുക മാത്രമല്ല, അത് ഒരു വർഷത്തിൽ പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കാനും കഴിയും. लॉकडाउन में हमारे को 3 महीने 4 महीने गिराक नहीं हुआ, हमारे को परेशानी है, गिराक प्रोटेक्शन नहीं हुआ पैसे, और खाने को भी नहीं मिला हमारे को, बहुत परेशानी है. CM स्वनिधि वाले हमारे को लोन दिए 10,000, और वो लोन दिए बाद में हमारे को मैं कारोबार अच्छा चल रहा मेरा. मैं पर्स बेल्ट चश्मे का व्यवसाय करता हूँ. प्रधानमंत्री स्वनिधि योजना से जो मेरे को 10,000 रुपये का लोन मिला, उससे मेरा धंधा वापस चालू हो गया है. मेरा परिवार और मैं सब बढ़िया व्यवस्थित कमा खा रहे हैं, और मेरा लोन 2 या 3 दिन में पास हो गया और पैसे मिल गए. इसके लिए मैं प्रधानमंत्री और मुख्यमंत्री का कोटि कोटि धन्यवाद करना चाहता हूँ. ഇങ്ങനെ വഴിയോരങ്ങളിൽ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ തെരുവ് കച്ചവടക്കാർ നഗരത്തിലെ വീടുകളിൽ സാധനങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പച്ചക്കറികൾ, പഴങ്ങൾ മുതൽ ഷൂസും സ്ലിപ്പറും വരെ അവർ വിൽക്കുന്നു. അവർ നൽകുന്ന സേവനങ്ങളിൽ ബാർബർ ഷോപ്പ് മുതൽ അലക്കുകട വരെയുണ്ട്. लॉकडाउन में मेरा धंधा बंद होने से परेशानी हुई. सरकार से मुझे मुफ्त अनाज मिला. इसके बाद मैंने प्रधानमंत्री स्वनिधि योजना में 10,000 रुपये का लोन लिया, जिससे मुझे ब्याज माफ़ है. आज मेरा परिवार खुश है और मेरा लोन 2 दिन में पास हो गया. मैं प्रधानमंत्री और मुख्यमंत्री जी का धन्यवाद करता हूँ. സുഗമമായ ഗതാഗതവും കണക്ടിവിറ്റിയും മനോഹരമായ ഒരു നഗരം നിർമ്മിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 2014 5 നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ റെയിൽ സൗകര്യം ഉണ്ടായിരുന്നത്. ഇന്ന് 18 നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസ് സജീവമായി പ്രവർത്തിക്കുന്നു. 2025ഓടെ ഇത് 25ലധികം നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി ആയതു മുതൽ പ്രധാനമന്ത്രി ആയതുവരെയുള്ള യാത്രയിൽ തൻ്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും കൊണ്ട് പ്രധാനമന്ത്രി മോദി രാജ്യമെമ്പാടും മെട്രോ റെയിലിൻ്റെ ഒരു ശൃംഖല സ്ഥാപിച്ചു. ഇത് മെച്ചപ്പെട്ട നഗരവൽക്കരണത്തിന് കാരണമാകുന്നു. पहले की सरकारों की जो अप्रोच थी, हमारी सरकार कैसे काम कर रही है, इसका बेहतरीन उदाहरण क्या फर्क था, ये बहुत भली भांति देश में मेट्रो नेटवर्क का विस्तार से पता चलता है. 2014 से पहले के 10-12 साल में सिर्फ 225 किलोमीटर मेट्रो लाइन ऑपरेशनल हुई थी. वहीं बीते 6 साल में 450 किलोमीटर से ज्यादा मेट्रो नेटवर्क चालू हो चुका.
इस समय देश के 27 शहरों में 1000 किलोमीटर से ज्यादा के नए मेट्रो नेटवर्क पर काम चल रहा है। ഡൽഹി പോലുള്ള വലിയ മെട്രോ നഗരങ്ങളിൽ ബ്ലൂ ലൈൻ ബസ്സുകളിൽ തിരക്ക് അനുഭവിച്ച് വലയേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. ബസ്സുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും മോഷണം തുടങ്ങിയ സംഭവങ്ങളും സാധാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി. ഡൽഹിയിലെ മെട്രോ റെയിൽ ശൃംഖല ജനഹൃദയങ്ങളെ ഭരിക്കുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക ബോഗികളുണ്ട്. അതിൽ സ്ത്രീകൾ നിർഭയരായി സഞ്ചരിക്കുന്നു. ഡൽഹിയിൽ മെട്രോ റെയിൽ ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ മെട്രോ റെയിൽ വിപുലീകരണത്തിന്റെ കാര്യങ്ങൾ സ്പർശിക്കാത്ത ഒരു പ്രദേശവുമില്ല. मोदी जी जो कर रहे हैं वो हमारे देश के लिए कर रहे हैं और मुझे लगता है कि ये एक सही रास्ता है और जिससे कि सारे लोगों को जो इतना ऑटो जो करना पड़ता है, टैक्सी करना पड़ता है, जो इससे लोग ट्रांसपोर्ट से परेशान होते हैं, तो ये एक सही ऑप्शन होता है मेट्रो का। मोदी जी ने जो इनिशिएटिव लिया है कि हर शहर को थोड़ा मेट्रो देने के लिए जो किया है, बहुत ही सही डिसीजन लिया है, क्योंकि हर शहर में हर बच्चों को वही प्रॉब्लम हो रही है। ट्रैवलिंग की इश्यूज़ हैं, ट्रैफिक इश्यूज़ हैं और सेफ्टी सिक्योरिटी इश्यूज़ हैं। तो ऑब्वियस सी बात है, वो एक शहर से तो काम नहीं चलेगा। अगर आपको पूरे इंडिया को अगर आगे बढ़ाना है तो हर शहर में ये चीज़ों को लागू करना पड़ेगा। जिस हिसाब से पहले देखा और अब में काफ़ी चेंजेस है और अच्छी बात है और आगे भी ऐसे ही होना चाहिए। ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇന്ന് മെട്രോ റെയിൽ പാതകൾ സ്ഥാപിക്കപ്പെടുന്നു. ഡൽഹി, NCR ഉൾപ്പെടെ രാജ്യത്തുടനീളം മെട്രോ ശൃംഖല അതിവേഗം വികസിക്കുകയാണ്. നിലവിൽ 27 നഗരങ്ങളിൽ 1058 കിലോമീറ്റർ മെട്രോ ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ മെട്രോ ശൃംഖല 1779 കിലോമീറ്ററായി മാറും. നിലവിൽ 18 നഗരങ്ങളിൽ 721 किलोमीटर नेटवर्किലാണ് മെട്രോ പ്രവർത്തിക്കുന്നത്. मेट्रो सुविधाएं से लोग इजीली कनेक्ट कर पा रहे हैं. जो ये बड़े तरीके से मेट्रो कनेक्ट हो रही है तो दूर दराज स्थानों पे भी लोग जॉब करने का सोच रहे हैं. ट्रांसपोर्टेशन सिस्टम मेट्रो इज़ बेटर देन अदर ट्रांसपोर्टेशन सिस्टम. ये टाइम से पहुंच जाते हैं. मेट्रो भी जाने से लोग अपने आसानी से ऑफिस, कॉलेज, यूनिवर्सिटी और तमाम जगहों पर सही समय पर पहुंच जाते हैं. और ये जो अभी बिछ रहा है इससे पहले भी बिछाने की ज़रूरत थी, क्योंकि तमाम देशों में पहले ही मेट्रो बिछ चुका है, लेकिन हमारा देश अभी विकसित हो रहा है. लेकिन अच्छी बात यह देर ही है लेकिन दुरुस्त है. കൊറോണ മഹാമാരിയുടെ കാലത്ത് എല്ലാം നിശ്ചലമായിരുന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ രാജ്യത്തെ വലിയ നഗരങ്ങളിൽ കുടുങ്ങി. തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രക്കാരെ അവരുടെ സ്വന്തം ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യൻ റെയിൽവേ ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുകയും ലക്ഷക്കണക്കിന് യാത്രക്കാരെ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് കൊണ്ടു ചെല്ലുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. अच्छा हुआ कि हम लोग को ट्रेन चालू करके दी. हम लोग गांव जा रहे हैं. हम लोग को बहुत खुशी हो रही है कि हम अपने गांव पहुंचे. ഇതിനു പുറമെ ഇന്ത്യൻ റെയിൽവേ കണക്ടിവിറ്റിയിൽ വളരെയധികം പുരോഗതി കൈവരിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിമാനങ്ങളുടെ മാതൃകയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ ഓടിച്ചുകൊണ്ട് യാത്രക്കാർക്ക് മികച്ച സൗകര്യമൊരുക്കി. ഗതിമാൻ, വന്ദേ ഭാരത് തുടങ്ങിയ അർദ്ധ അതിവേഗ ട്രെയിനുകൾ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രതീക്ഷ നൽകുന്നു. മാറുന്ന ഇന്ത്യയുടെ മാറുന്ന ചിത്രം അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ തികച്ചും ഉത്സുകരാണ്. स्टेशंस में भी काफ़ी सफाई है. पहले ऐसा नहीं होता था. पहले स्टेशंस का हाल बहुत बुरा रहता था, स्पेशली क्लीनलीनेस को लेके, और ट्रेनें भी टाइम पे नहीं चलती थी. अभी जो ये फास्ट ट्रेनें आने से स्पेशली बिजनेस क्लास और जो कॉर्पोरेट सेक्टर के जो रेगुलर ट्रैवलर हैं उनके लिए तो बहुत फ़ायदेमंद है. गवर्नमेंट का प्लान है कि हाई स्पीड की ट्रेनें चलाने की, तो उसमें नई टेक्नोलॉजी के माध्यम से अगर नई ट्रेनें आती हैं, नए टेक्नोलॉजी होते हैं, समय बचता है, तो ये पैसेंजर के लिए और देश के विकास के लिए बेहतर है. इंडिया में बहुत ज़्यादा पॉपुलेशन ट्रेन से ही अलग अलग जगह जाती है, तो अगर हाई स्पीड ट्रेन होगी तो इंडिया में भी लोग फटाफट से दूसरी जगह पहुंच पाएंगे. जैसे पहले ट्रेन डिले बहुत होती थी तो लोगों का बहुत टाइम वेस्ट होता था, इसलिए इंडियन रेलवे उतना बेस्ट नहीं था. बट अब इट इज़ कमिंग टू कम्पीट विद द अदर कंट्रीज़ ऑल्सो. वंदे भारत और गतिमान ट्रेन जो है वो फास्ट चलती है, बट बुलेट ट्रेन उससे भी फास्ट है और बेटर है. और जो आज की जनरेशन है वो अब एयरप्लेन में जाने की कोशिश करती है, क्योंकि बहुत फास्ट होती है और ट्रेन्स बहुत स्लो होती हैं.
तो इसलिए अगर बुलेट ट्रेन्स आ जाएंगी तो बहुत फास्ट चलेंगी जो हैं, तो इसलिए बहुत आगे की जनरेशन उसको प्रेफर करेंगी। अगर वंदे भारत जैसी ट्रेन्स और भी आती हैं, बुलेट ट्रेन्स आती हैं, तो डेफिनेटली हमारा जो इकोनॉमी है उसको भी बहुत फ़ायदा होगा। ഗ്രാമങ്ങളിലെ കീഴ് മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങളിൽ പ്രസരിപ്പുണ്ടാകുകയും നഗരവൽക്കരണത്തിൻ്റെ മനോഹാരിതയാൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. നഗരവൽക്കരണം ഒരു ശാപമായി വിമർശകർ കണക്കാക്കിയിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ നഗരവൽക്കരണം ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. നഗരവൽക്കരണം ഒരു അവസരമായി മാറിയിരിക്കുന്നു. ഗ്രാമങ്ങളും നഗരവൽക്കരണത്തിൻ്റെ തിരക്കഥ എഴുതാൻ ഉത്സുകരാണ്. ഗ്രാമങ്ങളിലേക്ക് വികസനത്തിൻ്റെ കിരണത്തിൻ്റെ തിളക്കം വർദ്ധിക്കുമ്പോൾ നഗരങ്ങളും കണ്ണുചിമ്മിപ്പോകുന്ന വികസനം കൊണ്ടുവരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി മോദി മെച്ചപ്പെട്ട നഗരവൽക്കരണം എന്ന സ്വപ്നം കണ്ടിരുന്നു. പ്രധാനമന്ത്രിയായിരിക്കെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും രാജ്യത്തെ ചെറുതു മുതൽ വലിയ നഗരം വരെയുള്ള മുഴുവൻ സംവിധാനങ്ങളും മാറുകയും ചെയ്യുന്നു. दुनिया के टॉप 10 सबसे तेजी से विकसित होते शहरों में सारे 10 शहर भारत के शहर है। यानी देश जितनी तेजी से विकास की गति को पकड़ रहा है, उसका एक मजबूत हिस्सा हमारे शहर रहने वाले लोग हैं। സ്മാർട്ട് സിറ്റി എന്നത് നഗരങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങളോടെ സജ്ജമാക്കുക എന്ന ശക്തമായ ആശയത്തിൻ്റെ പേരാണ്. കേവലം പുറന്തോടുകൊണ്ടുള്ള നഗരങ്ങളുടെ തിളക്കമല്ല, എല്ലാ ടാപ്പിലും വെള്ളം ഉറപ്പുവരുത്തുന്ന, മാലിന്യ സംസ്കരണത്തിൻ്റെ സംവിധാനമുള്ള, CCTV നെറ്റ്വർക്കുകളുള്ള നഗരങ്ങളുടെ ശക്തമായ ആധാരശിലയാണ്. സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിൽ രാജ്യത്തെ വിവിധ നഗരങ്ങൾക്ക് ലോകോത്തര നിലവാരം നൽകുന്നതിനായി 2016 ജനുവരി മുതൽ 2018 ജൂലൈ വരെ 4 ഘട്ടങ്ങളിലായി 100 നഗരങ്ങൾ ഭാരത സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2021 ജൂലൈ 9 ഈ നഗരങ്ങളിൽ 1,80,873 കോടി രൂപയുടെ 6,017 പദ്ധതികൾ ആരംഭിച്ചു. അതിൽ 48,150 കോടി രൂപയുടെ 2,781 പദ്ധതികൾ പൂർത്തിയായി. അത്യാധുനിക സൗകര്യങ്ങളോടെ രാജ്യത്തെ 100 സ്മാർട്ട് സിറ്റികൾ നിലവിൽ വരുമ്പോൾ രാജ്യത്തെ പ്രധാന സേവകന്റെ സാമൂഹിക നീതി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. നഗരം പ്രകാശിപ്പിക്കപ്പെടുകയാണെങ്കിൽ സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിക്കും തൊഴിലിൽ നിന്ന് പ്രയോജനം ലഭിക്കും. അവർക്ക് നീതിയുമായും വികസനവുമായും ബന്ധപ്പെടാനുള്ള അവസരം ലഭിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യക്ഷമമായ ഭരണത്തിൻ്റെയും ദീർഘവീക്ഷണമുള്ള നയങ്ങളുടെയും ഫലമായി ഗ്രാമ നഗരഭേദമന്യേ ജനങ്ങൾക്ക് മികച്ച ജീവിത സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. നഗരവൽക്കരണത്തിൻ്റെ പഴയ കുഴപ്പം നിറഞ്ഞ കഥകൾക്ക് പകരം അവസരങ്ങളുടെ ഭൂമിക ഉയർന്നു വരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പൂർണ്ണമായ കഥ പറയുന്നു.